ആണവ കരാറിന്റെ പേരിൽ ഇറാനുമായി സംഘർഷത്തിൽ ഏർപ്പെടാനിരിക്കുന്ന അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ വലിയ ഭീഷണിയായിരിക്കുകയാണ് ഇപ്പോൾ കളത്തിലേക്കുള്ള റഷ്യയുടെ കടന്നുവരവ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അമേരിക്കയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചുകൊണ്ട് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിയാതെ വന്നാൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഏപ്രിൽ 1 ഇന്റർനാഷണൽ അഫയേഴ്സ് ജേണലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനങ്ങളുമൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഒരു ആക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിരുകയാണെങ്കിൽ അമേരിക്ക മൊത്തം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ട്രംപിന്റെ പുതിയ പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നതുമാണ് ശരിക്കുമെന്നും പറയാം. ഇറാനിയൻ പക്ഷത്ത് സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ഇത്തരം നടപടികൾ ഒരിക്കലും നടക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഇനിയും സമയം വൈകിട്ടില്ല. അമേരിക്ക പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇറാനുമായി ഒരു കരാറിലെത്തുക തന്നെ വേണം. ഈ പ്രശ്നം പരിഹരിക്കാൻ താൽപ്പര്യമുള്ള എല്ലാ കക്ഷികൾക്കും റഷ്യ തങ്ങളുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അമേരിക്കയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്നും ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്തി ഇറാനെ ശിക്ഷിക്കുമെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ പ്രധാന ഭീഷണി. എന്നാൽ അമേരിക്കയുമായി ഒരു സമവായത്തിനുമില്ല. ആക്രമണമെങ്കിൽ അങ്ങനെയെന്നാണ് ഇത് സംബന്ധിച്ച വിഷയത്തിൽ ഇറാൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. ഇറാനുമായി ഒരു ഭീഷണിക്കപ്പുറം എന്തായാലും ഒരു യുദ്ധത്തിന് ഇറങ്ങാനുള്ള ധൈര്യമൊന്നും അമേരിക്കയ്ക്കില്ല എന്നതും നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. റഷ്യ കൂടെ ഇടപെടുമെന്ന് ഒരു സാഹചര്യമുണ്ടെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാവുന്ന കാര്യവുമാണ്. പിന്നെ ഇറാനോട് നേരിട്ട് ഇടപെടാനും അമേരിക്ക ഒന്ന് മടിക്കുമെന്നും തന്നെ പറയാം. രാജ്യത്തിനെതിരായ ട്രംപിന്റെ ഭീഷണികളെ ഇറാൻ ശക്തമായി അപലപിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിന്റെ തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തുന്നതെന്നാണ് ഇറാൻ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. ആണവ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത് ഇറാൻ കത്തെഴുതിയതായും സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കിയതായും മാർച്ച് 7 ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 12 UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗഷാണ് കത്ത് ഇറാനിൽ എത്തിച്ചിരുന്നത്. എന്നാൽ അമേരിക്കയുടെ ഭീഷണികളിൽ ഒന്നും ഒരു കാര്യവുമില്ലെന്നും ഇറാനെതിരെ അമേരിക്ക ഒരു നടപടി സ്വീകരിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനി നൽകിയ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. നയതന്ത്ര ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സംഘർഷത്തിനുള്ള സാധ്യത കൂടുതലും വർദ്ധിച്ചു വരികയാണ്. സംഘർഷത്തിന് ഇറാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക സ്വയം അല്ലെങ്കിൽ ഇസ്രായേൽ വഴി ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല എന്നതും ഒരു സത്യമാണ്. ഈ കാര്യം ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി ഇറാനി സ്റ്റേറ്റ് ടിവിയിൽ പറയുകയും ചെയ്തു. റഷ്യ മാത്രമല്ല, മറിച്ച് ഇറാനു വേണ്ടി കളത്തിലിറങ്ങാൻ ചൈനയും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഇറാനിയൻ ആണവ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ശരിയായ മാർഗമെന്നും പുതിയ സമവായത്തിലേക്ക് എത്തേണ്ടെന്നുമാണ് ചൈന നടത്തിയ പ്രതികരണം. ഇറാനെതിരായ ട്രംപിന്റെ ഭീഷണികളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാഗുൻ വിഷയത്തിൽ ചൈനയുടെ ഭാഗം വെളിപ്പെടുത്തിയത്. അമേരിക്ക രാഷ്ട്രീയപരമായി പ്രവർത്തിക്കണമെന്നും എത്രയും വേഗം ചർച്ചകൾക്ക് തയ്യാറെടുക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ബലപ്രയോഗം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ഒന്നും അമേരിക്കയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെ പേടിപ്പിക്കാൻ ഇറങ്ങിയ അമേരിക്ക യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രസിഡന്റ് പദവിയിൽ കയറിയ ശേഷം ഓടി നടന്ന് ഒപ്പം കൂട്ടാൻ ശ്രമിച്ച റഷ്യയും അതുപോലെ താരിഫ് ഭീഷണി മുഴക്കി പ്രകോപിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ചൈനയുമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ പ്രധാനമായിട്ടും തിരിഞ്ഞിരിക്കുന്നത്. റഷ്യ, ഇറാൻ, ചൈന എന്നീ 3 ശക്തികൾ ചേർന്നാൽ പിന്നെ അമേരിക്കയുടെ കാര്യം എന്താകുമെന്നതിൽ ആർക്കും സംശയമില്ല. ആ കാര്യം ട്രംപിന് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. അതിൽ അദ്ദേഹത്തിന് പേടിയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പരമാവധി റഷ്യ-യുക്രൈൻ സംഘർഷത്തിൽ ഇടപെട്ട് റഷ്യയ്ക്കൊപ്പം നിന്നതും പുടിനെ കൂടെ ചേർക്കാൻ ശ്രമങ്ങൾ നടത്തിയതും. എന്നാൽ നിലനിൽക്കുന്ന ഒരു വെല്ലുവിളി എന്നത് ഒരു പ്രശ്നം വന്നാൽ ഇവർ ഇറാനു വേണ്ടി തന്നെ ഇറങ്ങുമെന്ന കാര്യം മറന്നാണ് ട്രംപ് ഇറാനെ ഇത്രത്തോളം പ്രകോപിപ്പിച്ചതെന്നതാണ്.